നീലാകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകളും താഴ്വാരങ്ങളും നിറഞ്ഞ ഭൂട്ടാൻ പ്രകൃതി രമണീയതയാൽ സമ്പന്നമാണ്. ഏറ്റവും സന്തുഷ്ടരായ ജനങ്ങൾ അധിവസിക്കുന്ന ഇടമാണ് ഭൂട്ടാൻ. പ്രത്യേകതകൾ ഒരുപാടാണ് ഈ സ്വപ്ന നഗരത്തിന്. ഇപ്പോഴും രാജഭരണം നിലവിലിരിക്കുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണ് ഭൂട്ടാൻ. ലോകരാജ്യങ്ങളിൽ തന്നെ ഭൂട്ടാൻ വേറിട്ട് നിൽക്കുന്നു. ജനങ്ങൾക്ക് അധികാരം ഇവിടുത്തെ രാജാക്കന്മാർ പലതവണ വിട്ടു നൽകിയിട്ടുണ്ട്. രാജാവിലുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് ജനങ്ങൾ തങ്ങൾക്ക് ലഭിച്ച അവകാശം രാജാവിന് തന്നെ തിരികെ നൽകി, അതും പലവട്ടം. ഡ്രൂപ്പ എന്ന പേരിലാണ് ഇവിടുത്തെ മനുഷ്യർ അറിയപ്പെടുന്നത്. കൃഷി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാൻ അത്യധികം നിഗൂഢതകൾ പേറുന്ന രാജ്യം കൂടിയാണ്. പർവ്വതത്തിന്റെ താഴ്വാരമായതിനാൽ മലകളും മരങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും കൊണ്ട് ഭൂട്ടാൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ട്രെക്കിങ്ങുകളാണ്. ഭൂട്ടാനിൽ ബുദ്ധമത ആരാധന കേന്ദ്രങ്ങളാണ് അധികവും. ബുദ്ധമത വിശ്വാസികളുടെ നാട് കൂടിയാണ് ഇവിടം. 7 ലക്ഷത്തോളം പേരാണ് ഇവിടെ ബുദ്ധമത വിശ്വാസികളായി ഉള്ളത്. പുറത്തുവിടുന്ന അളവിനേക്കാൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനെയാണ് കാർബൺ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഏക രാജ്യമാണ് ഭൂട്ടാൻ. സമീപ വർഷങ്ങളിൽ വിറക് ശേഖരണവും വ്യാവസായിക വികസനവും മൂലം പ്രതിവർഷം 2.2 ദശലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നത് മൂലമുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ വനങ്ങളും സസ്യജാലങ്ങളും സമൃദ്ധമായി ഉള്ളതിനാൽ ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം അത് മലിനീകരണത്തിന് കാരണമായേയില്ല. പർവ്വത പ്രദേശങ്ങളിൽ കുത്തനെയുള്ള വളവുകളുള്ള ഭൂട്ടാനിലെ റോഡുകൾ തികച്ചും അപകടകരമാണ്. പശു, പോത്ത് തുടങ്ങിയ മൃഗങ്ങളുടെ കൂട്ടം ഈ വഴികളിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നതും കാണാം. പരസ്പരം അഭിവാദ്യം ചെയ്യാൻ നടുറോഡിൽ വണ്ടി നിർത്തുന്ന നാട്ടുകാരെയാണ് ഇവിടെയുള്ളത്. വളരെ സാവധാനത്തിലും ജാഗ്രതയോടെയും ഡ്രൈവ് ചെയ്യുന്നവരാണ് ഭൂട്ടാനികൾ. അതിനാൽ തന്നെ ഇവിടെ ട്രാഫിക് ലൈറ്റുകൾ ഇല്ല. മാലിന്യ സംസ്കരണത്തിന്റെ അടിയന്തര ആവശ്യകത ബോധ്യമായതിനാൽ 2019 പ്ലാസ്റ്റിക് നിരോധനം അവതരിപ്പിച്ചു. ഇപ്പോൾ വീടുകളിൽ നിർമ്മിച്ച ക്യാരി ബാഗുകൾ, ചണ ബാഗുകൾ, കൈകൊണ്ട് നെയ്ത ബാഗുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനായി പൗരന്മാരെ ബോധവൽക്കരിക്കുന്ന പരിപാടികൾ നടന്നുവരുന്നു. ഭൂട്ടാനിലെ സിനിമാ ഹാളുകൾ, റെസ്റ്റോറന്റുകൾ, തെരുവുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നിരോധിച്ചിരിക്കുന്നു. പുകയില കൃഷി, വിളവെടുപ്പ്, വിൽപ്പന എന്നിവയും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പുകവലിക്കാർക്കായി നിയുക്ത പ്രദേശങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആരെങ്കിലും നിയമം ലംഘിച്ച് പിടിക്കപ്പെട്ടാൽ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഭൂട്ടാനിൽ മൃഗങ്ങളെയും പക്ഷികളെയും കൊല്ലാൻ അനുവാദമില്ല. പരിസ്ഥിതി സംരക്ഷണത്തെ വളരെ ഗൗരവത്തോടെയാണ് ഭൂട്ടാനിൽ കാണുന്നത്. ബുദ്ധമതത്തിന്റെ പരമ്പരാഗത മൂല്യങ്ങളിൽ നിന്നാണ് ഈ നിയമം വരുന്നത്. എന്നാൽ ഇറക്കുമതി ചെയ്ത മാംസം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. 1999 ഭൂട്ടാനിൽ TV ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അതിനാൽ തന്നെ ടെലിവിഷൻ വന്ന അവസാനത്തെ രാജ്യമാണിത്. ബുദ്ധമത തത്വങ്ങൾ അനുസരിച്ചുള്ള ഭൂട്ടാനിലെ ജീവിത രീതിക്ക് ദോഷകരമാണെന്ന് ഭൂട്ടാൻ സർക്കാർ ഭയപ്പെട്ടതിനാൽ അതുവരെ ടെലിവിഷൻ നിരോധിച്ചിരുന്നു. എല്ലാവർക്കും സൗജന്യ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഭൂട്ടാൻ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ശിശുമരണ നിരക്ക് ഇപ്പോഴും രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇക്കാര്യം ഗണ്യമായ രീതിയിൽ തന്നെ മെച്ചപ്പെട്ടു. ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും മൊണാസ്ട്രിയിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടുന്നത്. എന്നാൽ സാക്ഷരതാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർക്കാർ. സാമ്പത്തിക വളർച്ചയുടെയും വികസനത്തിന്റെയും സൂചകമായ GDPയിൽ ഭൂട്ടാൻ വിശ്വസിക്കുന്നില്ല. പകരം ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്നറിയപ്പെടുന്ന സൂചകം ഭൂട്ടാൻ അവതരിപ്പിച്ചു. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലാണ് ഭൂട്ടാന്റെ സ്ഥാനം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണിത്. ഇന്ത്യ ഭൂട്ടാനേക്കാൾ 86% വലുതും അമേരിക്ക 256 മടങ്ങും വലുതുമാണ്. ജനിച്ച ദിവസം മറന്നു പോകുന്നത് ഭൂട്ടാനിൽ ഒരു വലിയ കാര്യമേ അല്ല. പുതുവത്സര ദിനത്തിൽ ഇവിടെ എല്ലാ പൗരന്മാരും 1 വയസ്സ് അധികം പ്രായമുള്ളവരായി മാറുന്നു. നിരക്ഷരത മൂലമോ മറ്റെന്തെങ്കിലും കാരണത്താലോ ആളുകൾ അവരുടെ ജന്മദിനം മറന്നാൽ പുതുവത്സരം ആഘോഷിക്കുന്നതിലൂടെ ഇത് ഓർമ്മിക്കപ്പെടുന്നു. ഭൂട്ടാനികൾ മാസത്തെക്കാളും തീയതിയേക്കാളും വർഷത്തിനാണ് മുൻഗണന നൽകുന്നത്. കറുത്ത കഴുത്തുള്ള കൊക്കുകളെ ഭൂട്ടാനികൾ ബഹുമാനിക്കുന്നു. നവംബർ മാസത്തിൽ അവർ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് ഭൂട്ടാനിലെ മധ്യകിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഫോബ്ജിക്കൻ താഴ്വരയിലേക്ക് കുടിയേറുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ പക്ഷികളെ സ്വാഗതം ചെയ്യുന്നതിനായി പ്രദേശവാസികൾ എല്ലാ വർഷവും ഒരു ഉത്സവം ആഘോഷിക്കുന്നു. വിശേഷണങ്ങൾ ഏറെയുണ്ട് ഭൂട്ടാൻ എന്ന കൊച്ചു രാജ്യത്തിന് സ്വന്തമായി. സന്തോഷത്തിന്റെ ലോകമെന്നാണ് ഭൂട്ടാനെ പൊതുവെ വിളിക്കുന്നത്. ഒപ്പം തന്നെ പ്രഹേളികളുടെ നാട് എന്നും ഭൂട്ടാൻ അറിയപ്പെടുന്നു. ഒളിപ്പിക്കപ്പെട്ട നിധിയുടെ നാട് എന്നും ആകാശത്തിന്റെ രാജ്യമെന്നും ഡ്രാഗന്റെ നാട് എന്നുമെല്ലാം പല കാരണങ്ങളായി ഇതിനെ വിളിക്കുന്നു. പരിപൂർണമായ സ്വർഗം എന്ന് തന്നെ ഈ നാടിനെ വിളിക്കാം. രാജ്യത്തിന്റെ തനതായ സംസ്കാരം, പാരമ്പര്യങ്ങൾ, ആളുകൾ എന്നിവ ഇതിന് വ്യത്യസ്തത പകരുന്നു.